നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. പടിഞ്ഞാറ് ഭാഗത്തെ റെയിൽവേനടുത്തുള്ള ബൈക്ക് പാർക്കിംഗിലാണ് അഗ്നിബാധ ഉണ്ടായത്. 600-ലേറെ ഇരുചക്ര വാഹനങ്ങൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. വീണ്ടും വാഹനാപകടം. കേച്ചേരി ചിറനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. 3 പേർക്ക് പരിക്ക്. കണ്ണൂർ ഇരിട്ടി ഉള്ളിക്കൽ സ്വദേശിനി പുതുമന മുഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ 54 വയസ്സുള്ള ഡെന്നിയാണ് മരിച്ചത്. ചിറ്റണ്ട പൂങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. നെൽകർഷകർ ദുരിതത്തിൽ. പൂങ്ങോട് നിലപ്പനപ്പാറ ക്വാറിക്ക് സമീപത്തെ പാടശേഖരത്തിലെ 1.5 ഏക്കർ വരുന്ന കൃഷിയാണ് മയിൽ, കാട്ടുപന്നി എന്നിവയുടെ ശല്യം മൂലം നശിച്ചത്. കർഷകർ ആശങ്കയിൽ. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF SDPI കൂട്ടുകെട്ടിനെതിരെ CPM നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കല്ലഴിക്കുന്ന് സെന്ററിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ജാഥ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റിനടുത്തുള്ള ബൈക്ക് പാർക്കിംഗിലാണ് ഇന്ന് രാവിലെ 6:15 തീപിടുത്തമുണ്ടായത്. പാർക്ക് ചെയ്തിരുന്ന 600-ലേറെ ഇരുചക്ര വാഹനങ്ങൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ബൈക്ക് ഷെഡ് പൂർണ്ണമായും കത്തിയമർന്നു. മേൽക്കൂരയടക്കം തകർന്നു വീണു. തലനാഴിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. ഉയർന്ന വൈദ്യുതി കടന്നു പോകുന്ന ലൈൻ അടക്കം തൊട്ടടുത്തുണ്ടായിരുന്നു. തീ പടർന്ന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ എഞ്ചിനും കത്തി. ഏറെ പണിപ്പെട്ടാണ് അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടില്ല. എന്നാൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ പാർക്കിംഗ് പ്രദേശത്ത് ഉണ്ടായിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. തീപിടുത്തമുണ്ടായ സ്ഥലം സംസ്ഥാന പോലീസ് മേധാവി റവാദ ചന്ദ്രശേഖർ നേരിട്ടെത്തി പരിശോധിച്ചു. അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. കേച്ചേരി ചിറനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ ഇരിട്ടി ഉളിക്കൽ സ്വദേശിനി പുതുമന മുഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ ഡെന്നിയാണ് മരിച്ചത്. ചിറനല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപം ഞായറാഴ്ച രാവിലെ 6:45 അപകടത്തിലാണ് യാത്രികയായ സ്ത്രീ മരിച്ചത്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിൽ തൃശൂർ ഭാഗത്തു നിന്ന് ഇരിട്ടിയിലേക്ക് പോവുകയായിരുന്നവർ സഞ്ചരിച്ച കാറും ആന്ധ്രാപ്രദേശിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്നവരുടെ കാറും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു. ഡെന്നിയുടെ മകൻ ജസ്വിൻ, പുതുമനമൊഴിയിൽ സക്കറിയ ഭാര്യ ഗ്രേസി, ഹൈദരാബാദ് സ്വദേശി നാർവ കൃഷ്ണ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. മൂവരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പരിക്കേറ്റവരെ കേച്ചേരി എക്സ് ബ്രാഞ്ചിന്റെ ആംബുലൻസിൽ തൃശൂർ അമല ആശുപത്രിയിലെത്തിച്ചു. കാറിന്റെ പിൻസീറ്റിലായിരുന്നു മരിച്ച ഡെന്നി ഇരുന്നത്. സാരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അമല ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. തൃത്തല പാവറട്ടി ശുദ്ധജല പദ്ധതിയുടെ കൂറ്റൻ പൈപ്പ് പൊട്ടി. പെരുമ്പിലാവിൽ കുടിവെള്ളം പാഴാകുന്നു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് അൻസാർ കോളേജ് സമീപത്താണ് 20 ദിവസത്തോളമായി കുടിവെള്ളം പാഴാകുന്നത്. നിരവധി തവണ നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും സ്ഥലം സന്ദർശിക്കുവാനോ പൊട്ടിയ പൈപ്പ് നീക്കം ചെയ്ത് കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കുവാനോ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നു. മേഖലയിലെ കുടിവെള്ള വിതരണവും നിലച്ചു. ഒഴുകിയെത്തുന്ന വെള്ളം കെട്ടിക്കിടന്ന് മാലിന്യം നിറയുകയും ചെയ്തിട്ടുണ്ട്. പൊട്ടിയ പൈപ്പ് മാറ്റി സ്ഥാപിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുകയും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ മാലിന്യം നീക്കം ചെയ്യുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചിറ്റണ്ട പൂങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. നെൽകർഷകർ ദുരിതത്തിൽ. പൂങ്ങോട് നിലപ്പനപ്പാറ ക്വാറിക്ക് സമീപത്തെ പാടശേഖരത്തിലെ 1.5 ഏക്കർ വരുന്ന കൃഷിയാണ് മയിൽ, കാട്ടുപന്നി എന്നിവയുടെ ശല്യം മൂലം നശിച്ചത്. കാവുംപുറത്ത് ദേവകി, നെല്ലിക്കൽ മീനാക്ഷി, കാവുംപുറത്ത് രവീന്ദ്രൻ എന്നിവരുടെ നെൽകൃഷിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നി നശിപ്പിച്ചത്. കൃഷി വകുപ്പിനും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. കൊയ്തെടുക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് കാട്ടുപന്നി നെൽപ്പാടം നശിപ്പിച്ചത്. അധികൃതർ ഇടപെട്ട് കർഷകർക്ക് നഷ്ടപരിഹാരം നൽകി കൃഷി ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്.
പന്നിയുടെയും മയിലിൻ്റെയും ശല്യം കൊണ്ട് ഇവിടെ കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. കൊയ്യാൻ 10 ദിവസമേ ഉള്ളൂ. അപ്പോഴേക്കും ആകെ വെടുപ്പാക്കി തുടങ്ങി. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഇതിന് ഒരു പരിഹാരം കാണണം. ഇവിടെ ഒന്നും ചെയ്യാൻ ഫോറസ്റ്റുകാരും സമ്മതിക്കില്ല. ഒരു കമ്പി പോലും കെട്ടാൻ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ സമ്മതിക്കില്ല. അപ്പോൾ കാട്ടുപന്നിയുടെ അതിരൂക്ഷമായ ശല്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ടപ്പുറത്ത് പല ആൾക്കാർ കൃഷി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നെല്ലായി വരുന്നുണ്ട്. ഇനി അതിലും കൂടി ഈ പന്നികൾ കാട്ടുപന്നി കടന്ന് ശല്യപ്പെടുത്തും എന്നുള്ള ഉറപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തും കൃഷി ഓഫീസറും ഫോറസ്റ്റും ഈ പാടശേഖര കമ്മിറ്റി എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇതിന് തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ കർഷകർ വളരെ ദുരിതത്തിലാവുമെന്ന് പറയാണ്. മറ്റും സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. വിശുദ്ധ സെബസ്തനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ജനുവരി 10-11 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. ഞായറാഴ്ച ദിവ്യബലിയെ തുടർന്ന് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാളിന്റെ കൊടിയേറ്റം നിർവഹിച്ചു. 10-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കും. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പെഴുന്നള്ളിപ്പ് ആരംഭിക്കും. 11-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30-നും ഉച്ചതിരിഞ്ഞ് 5:30-നും ദിവ്യബലി ഉണ്ടാകും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും നടക്കും. രാത്രി 10-ന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷങ്ങൾക്ക് സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, കൈക്കാരന്മാരായ CK ജോയ്, KS ഷാജ്, MJ ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകും. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ആൾതാമസമില്ലാത്ത 2 വീടുകളിൽ മോഷണ ശ്രമം. പണവും സ്വർണവും ലഭിക്കാത്തതിനെ തുടർന്ന് മോഷ്ടാവ് അടുക്കളയിൽ കയറി ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ചു. CCTVയിലെ ദൃശ്യങ്ങൾ കണ്ട വിദേശത്തുള്ള വീട്ടുടമ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. കോട്ടപ്പടി പെരുവഴിത്തോട് മാറോക്കി മിനി ടോമിയുടെ വീടിന്റെ വൈദ്യുതി ഫ്യൂസ് അഴിച്ചുമാറ്റി അടുക്കള വശത്തെ വാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. അലമാരകൾ കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഒന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അടുക്കളയിലെത്തി 3 കോഴിമുട്ടയെടുത്ത് ഗ്യാസ് അടുപ്പിൽ പാചകം ചെയ്ത് കഴിച്ചു. ഫ്രിഡ്ജിലുണ്ടായിരുന്ന പപ്പായയും കഴിച്ചു. സമീപമുള്ള ചൂൽപ്പുറം വലിയപുരയ്ക്കൽ വിപിനിന്റെ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാവ് അകത്തെത്തിയത്. CCTV ക്യാമറകൾ എല്ലാം തിരിച്ചുവെച്ചു. മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് മരം ഇളക്കിയെടുത്തു. അകത്ത് കയറുമ്പോഴേക്കും വിദേശത്തുള്ള വിപിനിന് ഫോണിൽ CCTVയിൽ നിന്നുള്ള സന്ദേശമെത്തി. ഉടനെ ഭാര്യ സരിതയെയും നാട്ടുകാരെയും വിവരമറിയിച്ചു. പോലീസും നാട്ടുകാരും എത്തിയപ്പോഴേക്കും മോഷ്ടാവ് രക്ഷപ്പെട്ടു. മോഷ്ടാവ് കൊണ്ടുവന്ന കമ്പിപ്പാരയും വെട്ടുകത്തിയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുവായൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പഞ്ചവടി ഉത്സവത്തിൽ വെച്ച് യുവാവിനെ മർദ്ദിച്ച കേസിലെ 3-ാം പ്രതി അറസ്റ്റിലായി. പഞ്ചവടി പറക്കാട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ ഡിബിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പഞ്ചായത്ത് മേളയിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കമാണ് ഉത്സവം കഴിഞ്ഞ് പരാതിക്കാരനെ ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൃത്യത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. ആലപ്പുഴയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഒളിവിൽ കഴിയാവുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു. 3 പ്രതികളുണ്ടായിരുന്ന ഈ കേസിൽ 2 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ UDF SDPI കൂട്ടുകെട്ടിനെതിരെ CPM സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥയ്ക്ക് തുടക്കമായി. കല്ലഴിക്കുന്ന സെൻട്രൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ജാഥ ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റ് സംഘങ്ങൾക്കെതിരെയുള്ള ജനകീയ പ്രതിരോധം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് CPM ചൊവ്വന്നൂരിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. KK സതീശൻ ക്യാപ്റ്റനായ ജാഥയിൽ മിറാഷ് വൈസ് ക്യാപ്റ്റനും പ്രശാന്ത് മാസ്റ്റർ മാനേജറുമാണ്. പഞ്ചായത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ പര്യടനം നടത്തും. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ജാഥയെ അഭിസംബോധന ചെയ്യും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മരത്തങ്കോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കടങ്ങോട് പഞ്ചായത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. അറിയാം അകറ്റാം പകർച്ചവ്യാധികളെ എന്ന ശീർഷകത്തിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ K വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ, ജില്ലാ ആരോഗ്യ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവൻ, കടങ്ങോട് സാമൂഹിക ആരോഗ്യ കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ പാർവതി, ഡോക്ടർ MK ലോഹിതാക്ഷൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഭാരവാഹികളായ MK സോമൻ മാസ്റ്റർ, ഡോക്ടർ ബ്രിനേഷ്, K മനോഹരൻ, KK അനിത, KU വിഷ്ണു, PK രാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ശസ്ത്രക്രിയക്കിടയിൽ മരണപ്പെട്ട ചെറുമനങ്ങാട് സ്വദേശി ഉണ്ണി എന്ന് വിളിക്കുന്ന ഇല്യാസിന്റെ കുടുംബത്തിന് സഹായ സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം അബ്ദുസലാം ബാക്കവി തറക്കല്ലിടൽ നിർവഹിച്ചു. ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ MH നൌഷാദ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ പ്രകാശൻ പേങ്ങാട്ടുപാറ, സ്വാലിഹ് അൻവരി ചേകന്നൂർ, സൈനുദ്ദീൻ സക്കാഫി, സാദിഖ് റഹ്മാനി, സിദ്ദിഖ് ബദരി, SP ഉമ്മർ, സിംല ഹസൻ, ഇസ്മായിൽ മാളിയക്കൽ, CM ഷൊബീർ ഗാസ്മി, MM ഉസ്മാൻ, കോക്കൂർ മൗലവി, ഫക്രുദ്ദീൻ പേങ്ങാട്ടുപാറ തുടങ്ങിയവർ പങ്കെടുത്തു. കിഴക്കാളൂർ കത്തോലിക്ക പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രികന് പരിക്ക്. അറങ്ങാശ്ശേരി വീട്ടിൽ വറീദ് മകൻ ജേക്കബിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. കിഴക്കാളൂർ ദേവാലയത്തിൽ ഞായറാഴ്ച തിരുനാൾ ആഘോഷം നടക്കുകയായിരുന്നു. പള്ളി പരിസരത്ത് റോഡിനോട് ചേർന്ന് താൽക്കാലിക കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. ദേവാലയത്തിന് സമീപത്ത് വെച്ച കാർ നിയന്ത്രണം വിട്ട് കാൽനട യാത്രികന്റെ ദേഹത്ത് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ജേക്കബിനെ കേച്ചേരി ബ്രാഞ്ച് പ്രവർത്തകർ ചുണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലെ അവ്യക്തതകൾ നീക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. ചട്ടങ്ങളിലെ അവ്യക്തതകൾ മൂലം കെട്ടിട നിർമ്മാണം പൂർത്തിയാവുന്ന ഘട്ടത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുവെന്നും ഗുരുവായൂരിൽ നടന്ന സമ്മേളനം വിലയിരുത്തി. സ്മാർട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം. ബിൽഡിംഗ് ലൈസൻസുകളെ സ്വകാര്യ കെട്ടിട നിർമ്മാണത്തിന്റെ അംഗീകൃത ഏജൻസിയാക്കുക, ഗുരുവായൂരിൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങളും ഉയർന്നു. നഗരസഭാ വൈസ് ചെയർമാൻ KK ജ്യോതിരാജ് ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഗുരുവായൂർ നഗരസഭ അധ്യക്ഷ സുനിത അരവിന്ദൻ ഉപഹാരം സമ്മാനിച്ചു. ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് മാർ, സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ, ടീം ഗിരീഷ് കുമാർ, പോൾ ജോർജ്, ജുനിഷ ജിനോജ്, TC ജോർജ് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. തുടർന്ന് കൊടിയേറ്റം നടന്നു. പിന്നീട് ഇടവകയുടെയും അല്ലമിൻ ആശുപത്രിയുടെയും ആര്യ ഐ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉണ്ടായി. ഇടവക വികാരി ഫാദർ സന്തോഷ് അന്തിക്കാട്, തിരുനാൾ ജനറൽ കൺവീനർ PJ ബോബൻ, കൈക്കാരന്മാരായ ബിൻഡോ ചൊവ്വലൂർ, VC സിജോ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 13, 14, 15 ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലായിട്ടാണ് സംയുക്ത തിരുനാൾ ആഘോഷം നടക്കുക. കടപ്പുറം പഞ്ചായത്തിൽ നിന്നും വിജയിച്ച UDF ജനപ്രതിനിധികൾക്ക് 13ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും ഉപഹാര സമർപ്പണവും നടത്തി. അഞ്ചങ്ങാടി ലീഗ് സ്ക്വയറിൽ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് TR ഖാദറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PK ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM മനാഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീഷ്മ ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ RK ഇസ്മയിൽ, VM സാഹിദ്, CV മുരളീധരൻ, കടപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ബഷീർ, കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച പഞ്ചായത്ത് അംഗങ്ങൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉയർന്ന മാർക്കോടെ LLB ബിരുദം നേടിയ അഡ്വക്കേറ്റ് മിഹാദ്, ഹാഫിൽ മുഹമ്മദ് അയാസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ KK മുഹമ്മദ് ഹാഷിം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് BK സുബൈർ തങ്ങൾ, ജനറൽ സെക്രട്ടറി PM മുജീബ്, ട്രഷറർ സേതു മുഹമ്മദ് പോക്കാക്കില്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടക്കാരൻ പാട്ട് ഭക്തി നിർഭരമായി. രാവിലെ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം 2,008 നാളികേരങ്ങൾ എണ്ണിക്കൂട്ടി. ഉച്ചയ്ക്ക് 2-ന് കളം കുറിക്കൽ ചടങ്ങ് നടന്നു. കക്കാട് രാജപ്പന്മാരുടെ പ്രമാണത്തിൽ വാദ്യകലാകാരന്മാർ അണിനിരന്ന തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും അരങ്ങേറി. അത്താഴപൂജയ്ക്ക് ശേഷം വൈകിട്ട് 7 മണിക്ക് മുല്ലക്കൽ പാട്ടിന് എഴുന്നള്ളിച്ചു. ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണം, കളം പൂജ, കളംപാട്ട് എന്നിവയ്ക്ക് ശേഷം കോമരം ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാതെ 12,008 നാളികേരം എറിഞ്ഞുടച്ചു. 3 നേരവും ഭക്തജനങ്ങൾക്കായി അന്നദാനം ഒരുക്കിയിരുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനി ഷൈനിപ്പുള്ളി, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകി. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തി നിർഭരമായി. ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ സെബാസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളായിട്ടാണ് ആഘോഷിച്ചത്. ഡിസംബർ 26-ന് കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ ദേവാലയത്തിൽ നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു.
തിരുനാൾ ആഘോഷിച്ച ശനിയാഴ്ച ഇടവക സ്ഥാപക വാർഷിക ദിനത്തോടനുബന്ധിച്ച് വൈകിട്ട് 6-ന് സരിതപുരം ഇടവക വികാരിയും മറിയം ത്രേസ്യ ദേവാലയത്തിലെ മുൻ വികാരിയുമായിരുന്ന ഫാദർ തോമസ് പേലൂക്കാരൻ കാർമ്മികനായി ദിവ്യബലിയും വൈകിട്ട് 7-ന് പള്ളി അങ്കണത്തിൽ പ്രശസ്ത ഗായകർ അണിനിരന്ന ഗാനമേളയും ഉണ്ടായി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9-ന് ലതീഞ്ഞ് നൊവേന, ദിവ്യബലി തുടങ്ങിയ തിരുകർമ്മങ്ങൾക്ക് ആമ്പല്ലൂർ സ്പിരിച്വൽ ആനിമേഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ബിജു ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികനായി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജാക്സൺ ചാലക്കൽ, കൈക്കാരന്മാരായ ബെഫിൻ അറങ്ങാശ്ശേരി, ജോയ് പാലയൂർ, ജനറൽ കൺവീനർ വിൻസെന്റ് ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി. AKTA വേലൂർ യൂണിറ്റ് കൺവെൻഷൻ തലക്കോട്ടുകര RMS ഹാളിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് സീമ ഷാജുവിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ഫെൻസി ഷാജു റിപ്പോർട്ടും ട്രഷറർ ബ്രിൻസി ജോയ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് VO ജോസ്, ശ്രീജ, അനിത എന്നിവർ സംസാരിച്ചു. പ്രസവാനുകൂല്യം 15,000 രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും റിട്ടയർമെന്റ് തുക വർദ്ധിപ്പിക്കണമെന്നും പ്രമേയം വഴി ആവശ്യപ്പെട്ടു. വേലൂർ പഞ്ചായത്തിലേക്ക് വിജയിച്ച ഷൈനിയെ യോഗത്തിൽ ആദരിച്ചു. മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ പരിശുദ്ധ മേരി മാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഈ മാസം 11-12 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. ആഘോഷമായ ദിവ്യബലിക്ക് ശേഷം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഫാദർ ജേസൺ കൂനംപ്ലാക്കിൽ കൊടിയേറ്റം നിർവഹിച്ചു. 11-ാം തീയതി വരെയുള്ള നവനാൾ തിരുകർമ്മങ്ങൾക്ക് ഫാദർ സന്തോഷ് അന്തിക്കാട്, ഫാദർ തോമസ് ചുണ്ടൽ, ഫാദർ ഷോജോ, ഫാദർ രഞ്ജിത്ത് അത്താണിക്കൽ CMI, ഫാദർ പോൾ അറയ്ക്കൽ, ഫാദർ ജാക്സൺ ചാലക്കൽ, ഫാദർ ജോസ് ചിറപ്പണത്ത് എന്നിവർ കാർമ്മികത്വം വഹിക്കും. 10-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നടക്കും. 11-ാം തീയതി രാവിലെ 7 മണിക്ക് കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പ്രസിദ്ധന്തി വാഴ്ച, വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചുവെക്കൽ, അമ്പ് വള പ്രദക്ഷിണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അരിവിതരണത്തിന്റെയും സാമ്പത്തിക സഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനവും ഉണ്ടാകും. 12-ാം തീയതി രാവിലെ 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ലതീഞ്ഞ നൊവേന, തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടാകും. 7 മണിക്ക് കോട്ടയം കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേള. 13-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ഇടവകയിൽ നിന്ന് മരിച്ചുപോയവരുടെ ഓർമ്മ തിരുനാൾ നടത്തും. ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി, കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ജനറൽ കൺവീനർ ജെയിംസ് വടക്കൻ, രഞ്ജി മണ്ടുമ്പാൽ, ജോസ് മണ്ടുമ്പാൽ, സിജി ജിക്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകും. വെനസ്വേലയെ കടന്നാക്രമിച്ച അമേരിക്കൻ ഗുണ്ടായുസത്തിനെതിരെ CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പൊതുയോഗം CPM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KK മുബാറക്കിന്റെ അധ്യക്ഷതയിൽ ലോക്കൽ കമ്മിറ്റി അംഗം KH സലാം സ്വാഗതം പറഞ്ഞു. പ്രകടനത്തിന് TM ഹനീഫ, PP രണദീവ്, VG സഹദേവൻ, TM ഷഫീഖ്, പ്രസന്ന രണദീവ് എന്നിവർ നേതൃത്വം നൽകി. കേരള ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിൽ 1ാം റാങ്കോടെ MS ബിരുദം നേടിയ ഡോക്ടർ നടാഷ ഷാജിക്ക് ഗുരുവായൂർ നഗരസഭയുടെ ആദരം. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വാർഡ് കൗൺസിലർ K മഹേഷ് എന്നിവർ വീട്ടിലെത്തി നഗരസഭയുടെ ഉപഹാരം കൈമാറി. പുത്തമ്പള്ളി പേനത്ത് കരിക്കയിൽ ഷാജിയുടെയും ഷൈനിന്റെയും മകളും ഡോക്ടർ ഫാരീസ് K ഷംസുദ്ദീന്റെ ഭാര്യയുമാണ് നടാഷ. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനിയാണ്. ദുബായിലെ ജെംസ് അവർ 1 ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ നിന്നാണ് +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മുൻ കൗൺസിലർ ബിബിത മോഹൻ, ആസിഫ് പനങ്ങായിൽ, P മുരളീധരൻ, ട്രിജോ പാലത്തിങ്കൽ, MR സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ സൈക്കിൾ വാരാഘോഷത്തിന്റെ ഭാഗമായി ജീവ ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സൈക്ലോട്ട മത്സരം സംഘടിപ്പിച്ചു. മമ്മിയൂർ സെന്ററിൽ നിന്ന് ആരംഭിച്ച മത്സരം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവരക്ഷാധികാരി ഡോക്ടർ P രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ K മഹേഷ്, KC സുനിൽ, ജീവ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത, PI സൈമൺ, P ശിവദാസൻ, PI പീതാംബരൻ, അസ്കർ കൊളംബോ, P മുരളീധര കൈമൾ, KK പ്രതാപൻ, NK ഷംസുദ്ദീൻ, KP റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. സൈക്കിൾ വാരാഘോഷത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കോഴിക്കോടും ചൊവ്വാഴ്ച തിരൂരും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. തിരൂരിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ യാത്രയ്ക്ക് ബുധനാഴ്ച മഞ്ജുലാൽ പരിസരത്ത് സ്വീകരണം നൽകും.
കുന്നംകുളം MGM സൺഡർ സ്കൂളിൽ പുതിയ അധ്യയന വർഷം തുടക്കം കുറിച്ചുകൊണ്ട് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. മെയിൻ റോഡ് മാർ ഗ്രിഗോറിയോസ് പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നവാഗതരെ വരവേറ്റു. ഫാദർ മാത്യൂസ് കെ ബർസോമയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സൺഡർ സ്കൂൾ ഭദ്രാസന ഡയറക്ടർ ഡോക്ടർ KC ലോബ്സൺ മാസ്റ്റർ മുഖ്യ സന്ദേശം നൽകി. സൺഡർ സ്കൂൾ പ്രധാന അധ്യാപിക ജാസ്മിൻ ഡോണി ആമുഖ പ്രഭാഷണം നടത്തി. പുതുതായി സൺഡർ സ്കൂളിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ഡിജിറ്റൽ ക്ലാസ് റൂം സംവിധാനത്തിലൂടെ വിവിധ അധ്യാപകരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ ഉണ്ടായി. ആളൂർ യുവജന സമാജം വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന സമ്മേളനം പ്രശസ്ത കവിയും മാധ്യമപ്രവർത്തകനുമായ പ്രൊഫസർ KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും എഴുത്തുകാരനുമായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അധ്യക്ഷനായി. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി. എഴുത്തുകാരൻ പ്രൊഫസർ ചാക്കോ കാക്കശ്ശേരി, വായനശാല പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ മാസ്റ്റർ, കണ്ടാണിശ്ശേരി പഞ്ചായത്ത് അംഗവും വായനശാല സെക്രട്ടറിയുമായ AV ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മറ്റം സ്വദേശി കൂടിയായ സാഹിത്യകാരൻ പ്രൊഫസർ ചാക്കോ കാക്കശ്ശേരിയുടെ പുതിയ പുസ്തകമായ നോട്ട് ബൈ ബ്രീഡ് ഏലോത്തിന്റെ പ്രകാശനം KV രാമകൃഷ്ണൻ മാസ്റ്റർ ഡോക്ടർ ധർമ്മരാജ് അടാട്ടിന് നൽകി നിർവഹിച്ചു. പ്രൊഫസർ KV രാമകൃഷ്ണൻ തന്റെ കവിതാ സമാഹാരങ്ങൾ വായനശാലയ്ക്ക് സംഭാവന ചെയ്തത് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് അംഗം തിരഞ്ഞെടുക്കപ്പെട്ട വായനശാല സെക്രട്ടറി AV ഗംഗാധരൻ മാസ്റ്റർ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വെനസ്വേലയിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കടന്നാക്രമണത്തിലും പ്രസിഡന്റ് മധൂറിയെയും കുടുംബത്തെയും ബന്ദിയാക്കിയ നടപടിയിലും പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് ഡിവൈഎഫ്ഐ മുൻ ജില്ലാ സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് NS ജിഷ്ണു അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി KS സൈഫുദ്ദീൻ, ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിമാരായ ജിജിൽ പൈനത്തടം, സച്ചിൻ പ്രകാശ്, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഗോപകുമാർ, എക്സിക്യൂട്ടീവ് അംഗം PS സഹൽ എന്നിവർ നേതൃത്വം നൽകി. നാല് ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭ കുന്നംകുളം സെന്ററിന്റെ ഗോൾഡൻ ജൂബിലി കൺവെൻഷൻ സമാപിച്ചു. സെന്ററിനു കീഴിലുള്ള വിവിധ സഭകളുടെ സംയുക്ത ആരാധനായോഗത്തോടെയാണ് കൺവെൻഷൻ സമാപിച്ചത്. പോർക്കുളം രഹബോത്ത് നഗറിൽ നടന്ന സമാപന യോഗം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ KA വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സെന്റർ പുറത്തിറക്കിയ സുവനീറിന്റെ പ്രകാശനം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ ഡോക്ടർ ജോൺസൺ ഡാനിയലിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. തുടർന്ന് സുവനീർ ചീഫ് എഡിറ്റർ പാസ്റ്റർ സാം വർഗീസ്, എഡിറ്റർ പാസ്റ്റർ KJ തോമസ്, പബ്ലിഷർ ഷിജു പനക്കൽ, എഡിറ്റോറിയൽ ബോർഡ് മെമ്പർ ഷാജു ചെറുവത്തൂർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. വിവിധ ദിവസങ്ങളിലായി ഗാനശുശ്രൂഷ, വചനപ്രഘോഷണം, വുമൺ ഫെലോഷിപ്പ്, ഇവാഞ്ചലിസം ബോർഡ് തുടങ്ങി വിവിധ പരിപാടികൾ നടന്നു. സെക്രട്ടറി പാസ്റ്റർ MR ബാബു, ജോയിന്റ് സെക്രട്ടറി ബ്രദർ PK ദേവസി, ട്രഷറർ ബ്രദർ TK ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CI കൊച്ചുണ്ണി എന്നിവർ നേതൃത്വം നൽകി. യോഗാനന്തരം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. പാവറട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ ദർശന തിരുനാൾ ആഘോഷിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 വേസ്പര, റൂം എഴുന്നള്ളിച്ച് വെക്കൽ, കുർബാന എന്നിവയ്ക്ക് ശേഷം വർണ്ണമഴ ഉണ്ടായി. തിരുക്കർമ്മങ്ങൾക്ക് അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 10 ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഇലനോയ് ചെറമേൽ മുഖ്യ കാർമ്മികനായി. ഫാദർ നോബിൾ ഐനിക്കൽ സന്ദേശം നൽകി. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റിമാരായ ജോസൻ KA, ജെയ്സൺ വടക്കൂട്ട്, ജോസഫ് ലിയോ OT എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് 7 മണിക്ക് ദിവ്യബലിക്ക് ശേഷം വർണ്ണമഴ ഉണ്ടായിരുന്നു. തിരുവത്ര വെൽഫെയർ അസോസിയേഷൻ ദുബായ് കമ്മിറ്റിയുടെ 50ാം വാർഷികം ആഘോഷിച്ചു. ദുബായ് ഗർഹൂദിൽ നടന്ന തിരുവത്ര ഫാമിലി ഫെസ്റ്റ് ഫാത്തിമ ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനുമായ EP മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി പ്രസിഡന്റ് AK മുജീബുദ്ദീൻ അധ്യക്ഷനായി. പ്രവാസ ലോകത്തെ പ്രശസ്ത എഴുത്തുകാരനും വാഗ്മിയുമായ ബഷീർ തിക്കോടി മുഖ്യപ്രഭാഷണം നടത്തി. സമർപ്പണം, സുവനീർ പ്രകാശനം ബഷീർ തിക്കോടി നിർവഹിച്ചു. പ്രവാസ ലോകത്തെ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിന് EP മൂസ ഹാജി, TM യൂസഫ് ഹാജി, TA ഹംസ ഹാജി എന്നിവരെ ആദരിച്ചു. താഴത്ത് കോയ, KH താഹിർ, സക്കരിയ മജീദ്, AC ബീരാൻ, SI അക്ബർ ഷാർജ, ഹസൻ അലി ദുബൈ തുടങ്ങിയവരെ ഉപഹാരം നൽകി ആദരിച്ചു.
ജോർദാൻ പൗര ഹല എസ്സാം യഹിയ അൽ റൌസൺ മുഖ്യാതിഥിയായി സംഗമത്തിൽ പങ്കെടുത്തു. അബുദാബി വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി കെ സിദ്ദീഖ്, തിരുവത്ര നോർത്തേൺ എമിറേറ്റസ് അസോസിയേഷൻ പ്രസിഡന്റ് സലാഹുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സക്കറിയ റഷീദ് പുസ്തക പരിചയത്തിനും സ്വാലിഹ് ഫൈസി പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. ഷറഫ് സുലൈമാൻ സ്വാഗതവും റഷീദ് തോപ്പിൽ നന്ദിയും പറഞ്ഞു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തലക്കോട്ടുകര യൂണിറ്റിന്റെ കൺവെൻഷൻ വേലൂർ RMLP ഹാളിൽ നടന്നു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഗ്രേസി ജോസിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയുമായ MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി സുമതി പ്രഭാകരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സിന്ധു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ഫെൻസി ഷാജു മേൽക്കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് VO ജോസ്, സുബി ഷാജൻ, മിനി മോൺസൺ, ബിജി, സ്മിത, സലീഷ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മികച്ച മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന് സിന്ധു, താഹിറ എന്നിവരെയും പഞ്ചായത്ത് മെമ്പറായി വിജയിച്ച ഗീത ബാലകൃഷ്ണനെയും ആദരിച്ചു. വിരമിക്കുന്ന തയ്യൽ തൊഴിലാളികൾക്കുള്ള 1.5 ലക്ഷം രൂപയുടെ ആനുകൂല്യം ഉടൻ അനുവദിക്കണം. പ്രസവാനുകൂല്യം ഒറ്റത്തവണയായി നൽകണം. തിരിച്ചറിയൽ കാർഡ് വിതരണം വേഗത്തിൽ പൂർത്തീകരിക്കണം. തയ്യൽ തൊഴിലാളികളെ ESIയിൽ ഉൾപ്പെടുത്തണമെന്നും യൂണിറ്റ് കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. കടങ്ങോട് സോക്കർ ലീഗ് 5ാം സീസണിന് മുന്നോടിയായി താരലേലം ചിറമനങ്ങാട് ഈഴവ സമുദായം ഹാളിൽ നടന്നു. പഞ്ചായത്തിലെ 10 ടീമുകൾക്കായി 200-ലധികം വരുന്ന താരങ്ങളാണ് സോക്കർ ലീഗിൽ രജിസ്റ്റർ ചെയ്തത്. ജലീൽ കടങ്ങോട്, MP സിജോ, ദീപക് കടങ്ങോട്, അർഷാദ്, മഹേഷ് എന്നിവർ നേതൃത്വം നൽകി. സഞ്ചാരി കടങ്ങോട്, VFA വെള്ളറക്കാട്, ഗേങ്ങേഴ്സ് പന്നിത്തടം, സിത്താര ചെറുമനങ്ങാട്, ടീം വെല്ലിക്ക വന്നിത്തടം, MCC പാഴിയോട്ടുമുറി, ഫേസ്ലുക്ക് കരിയന്നൂർ, CBC ചിറ്റിലങ്ങാട്, ചെമ്പാടി കടങ്ങോട്, മലർവാടി ചിറമനങ്ങാട് എന്നീ ടീമുകളാണ് ലീഗിൽ പങ്കെടുക്കുന്നത്. ജനുവരി 26 മുതൽ വെള്ളർക്കാട് കടങ്ങോട് പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് ലീഗ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബബിൻ, റാഷിഖ് എന്നിവർ നേതൃത്വം നൽകി. സോക്കർ ലീഗിലൂടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. CITU എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. പൂവത്തൂർ വ്യാപാര ഭവൻ ഹാളിൽ സജ്ജമാക്കിയ MK വിജിത് നഗറിൽ നടന്ന കൺവെൻഷൻ CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. KS സദാനന്ദൻ അധ്യക്ഷനായി. CITU ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PG സുബിദാസ്, TD സുനിൽ, KS പ്രമോദ്, NB ജയ, സുനിയ എന്നിവർ സംസാരിച്ചു. കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറായി KS പ്രമോദിനെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച CITU നേതാക്കളായ NB ജയ, ശ്രീബിത ഷാജി എന്നിവരെ കൺവെൻഷനിൽ ആദരിച്ചു. നീലങ്കാവിൽ ഫാമിലി അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മേയേഴ്സ് ഡയാലിസിസ് ഫണ്ടിലേക്ക് തുക കൈമാറിക്കൊണ്ട് പ്രവർത്തന വർഷത്തിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ തുക ഏറ്റുവാങ്ങി. പ്രസിഡന്റ് രാജീവ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റാഫി നീലങ്കാവിൽ, പ്രിൻസി റോജൻ, ജോസ് നീലങ്കാവിൽ, NI വർഗീസ്, ജോർജ് ജോസഫ്, ഫ്രാങ്കോ ലൂയിസ്, ജോൺസൺ നീലങ്കാവിൽ, NO സണ്ണി, ND ബെന്നി എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ നീലങ്കാവിൽ കുടുംബാംഗങ്ങളായ മേയർ നിജി ജസ്റ്റിനെയും തൃശൂർ കൗൺസിലർ പ്രിൻസി റോജനെയും ഇൻചാർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് ജേതാവ് റാഫി നീലങ്കാവിലിനെയും ആദരിച്ചു. പാർന്നൂർ റോമൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഫുട്ബോൾ ലീഗ് മത്സരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിക്ക് പട്ടികര ഗാർഡൻ അരീന ടർഫിൽ നടന്ന മത്സരത്തിൽ 6 ടീമുകൾ പങ്കെടുത്തു. ലീഗ് മത്സരത്തിൽ തെക്കൻസ് പാർന്നൂർ 1ാം സ്ഥാനവും ഓൾഡ് വിന്നേഴ്സ് 2ാം സ്ഥാനവും നേടി. റോമൻസ് ക്ലബ് പ്രസിഡന്റ് സാജൻ ജോസ് സമ്മാനദാനം നിർവഹിച്ചു. ചിറമനങ്ങാട് ശ്രീ പാലഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, പ്രാർത്ഥനകൾ എന്നിവയുണ്ടായി. വൈകിട്ട് കുമാരി ദേവിക മനോജ് പുതിയമാത്തൂരിന്റെ തായമ്പകയും അരങ്ങേറി. ക്ഷേത്ര മേൽശാന്തി വ്യാസ് തിരുമേനി പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ചർമ്മം കേച്ചേരി തലക്കോട്ടുകര കരുവാൻ വീട്ടിൽ കാർത്തിയാനി നിര്യാതയായ 77 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ സുബ്രഹ്മണ്യൻ ഭർത്താവും സിന്തൽ കുമാർ, അനിൽകുമാർ, സുനിൽകുമാർ, രേഖ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിൽ വൻ തീപിടുത്തം. പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റിനടുത്തുള്ള ബൈക്ക് പാർക്കിങ്ങിലാണ് അഗ്നിബാധ ഉണ്ടായത്. 600-ലേറെ ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം.
വീണ്ടും വാഹനാപകടം. കേച്ചേരി ചെറനല്ലൂരിൽ കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. 3 പേർക്ക് പരിക്ക്. കണ്ണൂർ ഇരിട്ടി ഉളിക്കൽ സ്വദേശിനി പുതുമനമൊഴിയിൽ വീട്ടിൽ റോബർട്ടിന്റെ ഭാര്യ 54 വയസ്സുള്ള ഡെന്നിയാണ് മരിച്ചത്. ചിറ്റണ്ട പൂങ്ങോട് മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. നെൽകർഷകർ ദുരിതത്തിൽ. പൂങ്ങോട് നിലപ്പനപ്പാറ കോറയ്ക്ക് സമീപത്തെ പാടശേഖരത്തിലെ 1.5 ഏക്കർ വരുന്ന കൃഷിയാണ് മയിൽ, കാട്ടുപന്നി എന്നിവയുടെ ശല്യം മൂലം നശിച്ചത്. കർഷകർ ആശങ്കയിൽ. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF SDPI കൂട്ടുകെട്ടിനെതിരെ CPM നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥ സംഘടിപ്പിച്ചു. കല്ലഴിക്കുന്ന് സെന്ററിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.